ഹലോ ഫ്രണ്ട്സ്, പാവൂസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നൊരു യൂറോപ്യൻ ട്രിപ്പ് പോകാൻ പോവാണ് ഫാമിലി ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാലത്ത് 12:30 മാഞ്ചസ്റ്ററിൽ നിന്ന് ഞാൻ താമസിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രസ്റ്റണിലാണ്. അപ്പോൾ പ്രസ്റ്റണിൽ നിന്ന് പോന്ന് രാവിലെ ഒരു 5 മണിക്കായിപ്പോയി ഞങ്ങളിവിടെ വെമ്പിളിയിലെത്തി. ഇവിടെ 5:15 തന്നെ ബസ്സുകൾ പോകുമായിരുന്നു. ഞങ്ങൾ മാത്രമേ ഒരു ബസ് കോച്ച് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെ പോകാനുള്ള ഇഷ്ടംപോലെ കോച്ചുകളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു 3 മണിക്കൂറിന് ശേഷം ഞങ്ങളിവിടെ ഡോവർ എത്തി. നല്ല ട്രാഫിക് ബ്ലോക്കായിരുന്നു. എൻജിനൊക്കെ നല്ല ഉറക്കമായിരുന്നു. ഈ പറഞ്ഞ പോലെ രാവിലെ പോകുന്നതന്നെ എല്ലാവർക്കും നല്ല ക്ഷീണമായിരുന്നു. അപ്പം ഞങ്ങളിതുപോലെ ഒരു ഗ്രൂപ്പിൻ്റെ ഒപ്പം ഇങ്ങനെ യാത്ര നടത്തൽ വളരെ കുറവാണ്. ഞങ്ങൾ ഒറ്റയ്ക്കാണ് യാത്രകൾ പോവാറ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വണ്ടി നിർത്താം, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോയിരുന്നത്. ആദ്യമായിട്ടാണ് ഇതിപ്പോൾ ഇവർ പറയണ പോലെ ഒക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതല്ലോ. ഇവർ കറക്റ്റായിട്ട് ഇതിനൊരു ടൂർ മാനേജറുണ്ട് ബസ്സിൽ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഡോവർ വന്നപ്പോൾ ഞങ്ങൾ എത്ര നേരം ഓടിച്ചിരുന്ന ഡ്രൈവർ മാറി. പുതിയ സാം എന്ന് പറഞ്ഞ ഡ്രൈവറായിരുന്നു ഓടിച്ചിരുന്നത്. ആ പുള്ളിക്കാരൻ മാറി ഡേവിഡ് എന്ന് പറഞ്ഞിട്ടൊരു അപ്പച്ചൻ കയറി. ആ പുള്ളിക്കാരനാണ് ഇനിയിപ്പോൾ 5 ദിവസം ഞങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഡോവറിലെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടിരുന്നു. കാരണം വണ്ടി ഭയങ്കര സ്ലോവിലാണ് ബസ് പോണേ. കാരണം നല്ല ബ്ലോക്കാണ്, ഫുള്ള് ട്രക്കുകളാണ്. കാരണം ഇവിടെ നിന്ന് ഫ്രാൻസിലേക്ക് കടക്കാനുള്ള ഫ്രാൻസ് ത്രൂ ആണല്ലോ നമ്മൾ പോണത്. അപ്പോൾ ഞങ്ങൾക്ക് അടിച്ചാണ് ഷെങ്കൻ വിസ ഫ്രാൻസ് കോൺസുലേറ്റിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എൻട്രി ഫ്രാൻസ് ആയിരിക്കണം എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഏജൻസി വഴി തന്നെയാണ് നമ്മൾ ഷെങ്കൻ വിസ എടുത്തതും. അങ്ങനെ അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവിടെ ഒരു ഫെറി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫെറി എന്താണെന്നും ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ഫെറി ആയിരിക്കും എന്നുള്ള ഒരു വിചാരത്തിലിരിക്കുന്നു. നല്ല ബ്ലോക്കാണ്, വഴി ഫുള്ള് ബ്ലോക്കാണ്. കാരണം അവിടെ ബോർഡർ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് വിടണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ പിടിച്ചിട്ടാണ് കിടത്തുന്നത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് രാവിലെ 8:30 ആകുമ്പോഴേക്ക് നമ്മളിവിടെ എത്തും എന്നാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ 9:30 ഞങ്ങൾ 9:30 ഫെറിക്ക് പോകുന്ന പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഇവിടുത്തെ ഫെറി ഞങ്ങൾക്ക് 11 മണിക്ക് ആവും എന്നാണ് പറഞ്ഞത്. കാരണം ഇത് ബോർഡർ കഴിഞ്ഞ് പോകണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടെ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി. ആൾക്കാർ കാറൊക്കെ നിർത്തി. കാറിൻ്റെ ഉള്ളിൽ നിന്ന് ആൾക്കാരൊക്കെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. കാരണം ഇന്ന് 19 ഡിഗ്രി ചൂടുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ എൻജോയ് ചെയ്യുകയാണ്. കുറച്ച് പുറത്തുനിന്ന് ചിലരൊന്നും ബീർ കഴിക്കുന്നുണ്ട്, ഫുട്ബോൾ കളിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. എല്ലാവരും പുറത്തിറങ്ങി. കാരണം ഭയങ്കര സ്ലോവിലാണ് ഈ ക്യൂ നീങ്ങണത്. ഞങ്ങൾ 2 മണിക്കൂറിൻ്റെ അടുത്തെടുത്തു ഈ ക്യൂ നീങ്ങാൻ. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയിലിരുന്ന് എല്ലാവരും മടുത്തു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇറങ്ങരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പതുക്കെ ഓരോരുത്തർ ചോദിച്ചിറങ്ങി. അപ്പോൾ ആൾ പറഞ്ഞു ബസ് ഞങ്ങൾ ചിലപ്പോൾ പോകും, നിങ്ങൾ ഓടി അവിടെ എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബസ് കുറച്ച് മുന്നോട്ട് പോയി. ഞങ്ങൾ പെട്ടു. ഞങ്ങൾ വേഗം നടന്ന് ബസ് നിർത്തിയിടത്ത് വീണ്ടും ചെന്നു. പിന്നെ അവിടെ ചെറിയൊരു ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര പേർക്ക് ജനങ്ങൾ ഉപയോഗിക്കണ കാരണം ടോയ്ലറ്റൊന്നും വലിയ വൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഡോവറിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ കാണുന്ന ചുണ്ണാമ്പ് കല്ല് പോലെയുള്ള അതിൻ്റെ ക്ലിഫുകളാണ്. അതിനെ വൈറ്റ് ക്ലിഫ് എന്നാണ് പറയണത്. അത് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഈ ബോർഡർ ചെക്കിങ്ങും ഈ പറഞ്ഞ പാസ്പോർട്ട് ചെക്കിങ്ങൊക്കെ ഒരു പ്രഹസനം പോലെ എനിക്ക് തോന്നി കേട്ടോ. അവർ നമ്മുടെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. പാസ്പോർട്ട് വാങ്ങിക്കുന്നു, സീലടിക്കുന്നു, വിടുന്നു. എന്താണെന്ന് ഒരു ക്വസ്റ്റ്യനോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു ബോർഡർ കിടക്കണം, നമ്മൾ ആദ്യമായിട്ട് കിടക്കണം ഇതുപോലെ ഇത്ര സിമ്പിളായിട്ട്. അത്രമാത്രം ജനങ്ങളാണ് വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പം എനിക്ക് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്ര സിമ്പിളായിട്ട് അവർ അടിച്ച് കയറ്റി വിടുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇതുപോലെ ആയിരിക്കും ചിലപ്പോൾ ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻസിനൊക്കെ സിമ്പിളായിട്ട് കയറി വരാൻ പറ്റുമെന്ന് തോന്നുന്നു ഇത്രയും തിരക്കുള്ളൊരു സമയത്ത്. കാരണം കാര്യമായ ചെക്കിംഗ് ഒന്നും ഇല്ല. എനിക്കറിയില്ല വേറെ രീതിയിലുണ്ടോയെന്ന്. എനിക്കങ്ങനെ തോന്നിയത്. കാരണം നമ്മളെ പാസ്പോർട്ടിൽ നിന്ന് ഒരാൾ നോക്കണ പോലും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ബിസി ആയിരുന്നു.
അങ്ങനെ ഞങ്ങൾ ഈ ഫെറിയിലേക്ക് കയറാൻ പോവാട്ടോ. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡാണ്. ഞങ്ങൾ ഇതുവരെ കയറിയിട്ടില്ല. ഞങ്ങൾ ഫെറിയിൽ നിന്നല്ല പറയണത്, ഞങ്ങൾ ഷിപ്പിൽ നിന്നാണ് പറയണത്. കാരണം ഞങ്ങൾ ഷിപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. ഇതിൻ്റെ അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഫ്രീ കൂപ്പണൊക്കെ ടിക്കറ്റിൻ്റെ ഒപ്പം കിട്ടിയിട്ടുണ്ട്, ഫുഡ് കൂപ്പൺ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. ഇന്നലെ രാത്രി പോകുന്നത് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുമെന്ന് പറയണേ. ഇപ്പം ലഞ്ചിൻ്റെ സമയമായി. അപ്പോൾ എന്തായാലും നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച് കഴിക്കുക എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ടൂർ മാനേജർ മിലൻറ്റ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനൊരു നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആണ് എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയണേ. പിന്നെ പുള്ളിക്കാരൻ ഇവിടുത്തെ റോയൽ ഫാമിലിയുടെ ഒക്കെ ആയിട്ട് പുള്ളിക്കാരൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഈ ക്രിക്കറ്റ് മുഖേനയാണ്. പുള്ളിക്കാരനൊരു ഒഫീഷ്യൽ അമ്പയറാണ്. ഇത് പുള്ളിക്കാരൻ പാർട്ട് ടൈമായിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. നല്ല ജോലി, നല്ല കമ്പനിയാണ് കേട്ടോ. പുള്ളിക്കാരൻ നല്ല ഫ്രണ്ട്ലിയാണ്. നമുക്ക് എന്തിനും പുള്ളിക്കാരൻ അപ്രോച്ച് ചെയ്യാം. പുള്ളിക്കാരൻ ഞങ്ങളെ നിന്ന് കളക്ട് ചെയ്ത ഞങ്ങളുടെ പാസ്പോർട്ടും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾക്കുള്ള ഫുഡിൻ്റെ കൂപ്പൺ ഞങ്ങൾക്ക് തരാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഫെറിയുടെ ഉള്ളിൽ കിടക്കാൻ പോകണം. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും ഇന്നത്തെ ദിവസം നമ്മുടെ ടൂർ എങ്ങനെയായിരിക്കും എന്നുള്ള പ്ലാനും പിന്നെ ഇവിടെ ഇത്രയും നേരം ഞങ്ങളുടെ 2 മണിക്കൂറോളം എക്സ്ട്രാ ഞങ്ങളുടെ ഈ ഡോവറിൽ പോയി. അപ്പോൾ അത് നമ്മുടെ ഈ ഇന്നത്തെ ടൂറിനെ എങ്ങനെ ബാധിക്കുമെന്നും ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളായിരിക്കും എന്നൊക്കെ ഉള്ളത് പറഞ്ഞു. ആൾ കുറേ സോറിയൊക്കെ പറഞ്ഞു. പക്ഷേ അത് ആളുടെ തെറ്റല്ല. റോഡിൽ ട്രാഫിക് എങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം. അവർ പരമാവധി നേരത്തെ പോകുന്നു. 5 മണി 5:15 കറക്റ്റ് 5:15 എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ബസ് എടുത്തു. ടൈമിൻ്റെ കേസിൽ നമ്മൾ ആ സമയത്ത് ഈ ബസ്സിൻ്റെ അവിടെ എത്തിയില്ലെങ്കിൽ ആ ബസ് നമുക്ക് മിസ്സാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ഒരാൾ പുറത്തേക്ക് പോയി പിന്നെ അയാൾ കാത്തു നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല. നമ്മൾ വന്നില്ലെങ്കിലും ബസ് ഈ പറയുന്ന സമയത്ത് ബസ് എടുക്കും. പിന്നെ ഇയാളെ നമ്മുടെ നമ്പറൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ. ആരും ഇത്ര നേരം പോകുന്നിട്ടോ ആരും പല സ്ഥലത്തും മൂത്രം ഒഴിക്കാനൊക്കെ ആയിട്ട് നിർത്തിയപ്പോഴും ഇതൊന്നും ആരും ലേറ്റൊന്നും ആയില്ല. എല്ലാവരും കറക്റ്റ് സമയത്ത് എത്തുന്നുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോ വോയിസ് ഇടുന്നത് ശരിക്കും എൻ്റെ ഇന്നത്തെ ദിവസത്തെ ഫുള്ള് പരിപാടി കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ വോയിസ് ഇപ്പോൾ ഇവിടെ പറയണേ. ഇന്നത്തെ ദിവസം മൊത്തം അല്ലായിരുന്നു, നല്ല കറക്റ്റ് പഞ്ചുവലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വണ്ടി ഈ ബസ് അവിടേക്ക് പാർക്ക് ചെയ്തു. വെൽക്കം അബ്രോഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ യൂറോപ്പിലേക്ക് കിടക്കാൻ പോവാണ്. UK യൂറോപ്പിൻ്റെ ഭാഗമാണെങ്കിലും ഇപ്പോൾ ബ്രെക്സിറ്റൊക്കെ അടിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എന്നാലും നമ്മൾ ഇംഗ്ലീഷ് ചാനൽ കടന്ന് ഫ്രാൻസിലേക്ക് പോവാണ്. ഫ്രാൻസ്, നമ്മൾ ബെൽജിയം, ലക്സംബർഗ് കൂടിയിട്ടാണ് പോകണത്. ലക്സംബർഗ് ഇറങ്ങാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ഇറങ്ങും നമ്മൾ അവിടെ ഇറങ്ങാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് നമ്മൾ ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, തിരിച്ച് ഫ്രാൻസ്, അങ്ങനെയാണ് നമ്മൾ ഈ ടൂറ് 5 ദിവസത്തെ ടൂറ്. അപ്പോൾ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇനി ഞങ്ങൾ മുകളിലേക്ക് ചെന്ന് ഭക്ഷണം കഴിച്ച് 1.5 മണിക്കൂറാണ് ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്യാനുള്ള സമയം കേട്ടോ. അതിനുള്ളിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് തിരിച്ച് കറക്റ്റ് സമയത്തോടെ എത്തണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിനുള്ളിൽ ഇപ്പോൾ ടോയ്ലറ്റ് പോകാനുള്ളവർക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല തിരക്കാണ്, കാരണം ഇന്ന് ബാങ്ക് ഹോളിഡേ ആണ്. അപ്പോൾ അതിൻ്റേതായ പിന്നെ സ്കൂൾ വെക്കേഷനും കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായ നല്ല തിരക്കുണ്ട്. ഇംഗ്ലീഷുകാരുടെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്ഥലമാണ് സ്പെയിൻ അല്ലെങ്കിൽ ഈ ഫ്രാൻസ് എന്നൊക്കെ ഉള്ളതൊക്കെ. അവർ ഒരു ചെറിയൊരു എന്തെങ്കിലുമൊക്കെ ഒരു ഹോളിഡേ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ പോണത് സ്പെയിനിലേക്കാണ്. കാരണം അവിടെ ഈ സിഗരറ്റ് മദ്യത്തിനൊക്കെ ഭയങ്കര പൈസ കുറവാണ്. പിന്നെ സണ്ണി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവർ ഈ പറഞ്ഞ പോലെ നമ്മുടെ വിചാരം ഇവർ ഫുൾ ടൈം വിൻ്ററിൽ ഇവിടെ ജോലി ചെയ്ത് അങ്ങനെയല്ല, ഇവർക്ക് എപ്പോഴൊക്കെ ഫ്രീ കിട്ടണം. അവരൊക്കെ ഈ പരമാവധി ആൾക്കാരും ഈ ഹോളിഡേയ്സിന് പോണതാണ്. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഭയങ്കര എക്സൈറ്റഡായി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഷിപ്പിൻ്റെ അകത്ത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. പക്ഷെ കിഡ്സിനുള്ള ഭക്ഷണം ഫ്രീ അല്ലായിരുന്നു ഞങ്ങൾക്കുള്ള. അപ്പോൾ കിഡ്സിനുള്ളത് ഞങ്ങൾക്കൊരു €6 കൊടുക്കേണ്ടി വന്നു. ഇരിക്കണ ചിപ്സും ഫിംഗർ ഫ്രണ്ട്സിനാണ്. നല്ല വലിയ പീസ് ചിക്കനൊക്കെ ഞങ്ങൾക്ക് ആ മീൽ ഫ്രീ ഉള്ള ഇതിൽ കിട്ടി. അങ്ങനെ ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിച്ച് എക്സൈറ്റഡായി. ഞങ്ങളിനിയിപ്പോൾ വെയിറ്റ് ചെയ്യാണ്. ഇംഗ്ലീഷ് ചാനലിലെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ ഒരു കടൽ മുറിച്ച് കിടക്കണ പോലെ ഞങ്ങൾക്ക് ഫീലൊന്നും ചെയ്തില്ല കേട്ടോ. ഒരു
ഞങ്ങൾ പേടിച്ചിരുന്നു ഈ കടലിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ കടലിൻ്റെ മണലടിക്കുകയോ അങ്ങനെ ഒന്നും ഒരു ഫീലേ ഉണ്ടായില്ല. കാരണം നമുക്ക് അങ്ങനെ കടലിൻ്റെ ഒരു മണമൊന്നും തോന്നിയിരുന്നില്ല. ഈ സീ സിക്നെസ് എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. ചെറിയൊരു അനക്കമുണ്ട്, നമ്മളൊരു വലിയൊരു ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന പോലെ നമുക്ക് അങ്ങനെ ഒരു കടലിൻ്റെ ഉള്ളിൽ കൂടെ പോണ ഒരു ഫീലൊന്നും നമുക്ക് ഉണ്ടായില്ല. കടൽ ഭയങ്കര ശാന്തമായിരുന്നു, അതുകൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾ അറിയണവർ കമൻറ്റ് ചെയ്ത് എപ്പോഴും ഇങ്ങനെ തന്നെയാണോ, ഷിപ്പിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തന്നെയാണോ? ഞങ്ങളെപ്പോഴും ഒരു ക്രൂയിസിൽ പോകണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരാൾക്കാർ, പക്ഷേ ഈ സീ സിക്നെസ്സൊക്കെ പേടിച്ചിട്ട് ചെറിയൊരു നമ്മൾ ഇങ്ങനെ പിൻവലിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം പണ്ട് ഞാനിങ്ങനെ ഒരു ബോട്ടിൽ കുറച്ച് ഉൾക്കടലിലേക്ക് പോയിട്ട് എനിക്ക് ആകെ വയ്യാണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഛർദ്ദിച്ച വശം കെട്ടു. അത് പിന്നെ ഇപ്പോൾ പോകാമെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതുപോലെ അവിടെ കടലിൽ കുറേ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. ആ കാണുന്നത് ഫ്രാൻസാണ് കേട്ടോ, ആ കാണുന്നത് ഫ്രാൻസാണ്. അങ്ങനെ ഞങ്ങൾ ഫ്രാൻസ് കണ്ടു. ഇതാ കാണുന്നതാണ് ഫ്രാൻസ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ കോഫി ബാറുകളുണ്ട്. നമുക്ക് ബീർ കഴിക്കണവർക്ക് ബീർ കഴിക്കാനുള്ള ഇതുണ്ട്. അങ്ങനെ ഈ ഷിപ്പിൻ്റെ ഔട്ടർ ഡക്കിലേക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് 1.5 മണിക്കൂർ പട്ടയേന്ന് പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഇതിന് പുറത്തേക്കൊന്നും വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ചാടി പിടിച്ച് അപ്പോഴേക്കും ഇവിടെ എത്തി. ഈ 1.5 മണിക്കൂർ കൊണ്ട് നമ്മളിവിടെ എത്തി. ഇപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഫ്രാൻസിൽ ഈ സംഭവം ഈ ഫെറി വന്ന് നിന്നു. ഞങ്ങൾ ഓടി ഇതിൻ്റെ പുറത്തൊക്കെ പോയി ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഇടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ വീഡിയോ പിടിക്കാനൊന്നും അത്രയും ഒരു ഇതാണ്. കാരണം നമ്മൾ ഫാമിലി ആയിട്ട് പോണ കാരണം 2 കുട്ടികളുണ്ട്. അപ്പോൾ അവരെ വെച്ചിട്ട് വേണം നമുക്ക് ഈ വീഡിയോ പിടിക്കാൻ. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ വീഡിയോ പിടിക്കണത് ഇപ്പോൾ പിന്നീട് കാലത്ത് നമുക്കൊരു പ്രായമാകുമ്പോൾ ഒക്കെ നമുക്കിരുന്ന് കാണാം. ഇതൊരു നമ്മുടെ ഒരു മെമ്മറി ആണല്ലോ. അങ്ങനെ ഇതിൻ്റെ ബാക്കിലെ എൻജിനിൽ നിന്ന് പങ്കടിച്ച് പോണ വെള്ളം, അങ്ങനെ അടിപൊളി യാത്രയാണ്. അപ്പോൾ നിങ്ങൾ തുടർന്ന് കാണാം. നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ 30 മിനിറ്റ് ഉണ്ട് മൊത്തം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തെ മൊത്തം വീഡിയോ ഉണ്ട്. നാളെ നമ്മൾ ജർമ്മനിയും സ്വിറ്റ്സർലൻഡ് പോണ വീഡിയോസുകളാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും വന്ന് കാണണം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് ഇനിയും സ്ഥലങ്ങളെ കാണിക്കാനൊക്കെ നമുക്ക് തോന്നണം. നിങ്ങൾ കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ് ഇഷ്ടംപോലെ യൂട്യൂബ് വലിയ വ്ളോഗർമാരും നല്ല പ്രൊഫഷണൽ വ്ളോഗർമാരൊക്കെ ഫ്രാൻസിൻ്റെ കൊടി പറക്കണം അവിടെ. അപ്പോൾ വലിയ പ്രൊഫഷണൽ വ്ളോഗർമാരൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഒരു രസത്തിന് നമ്മുടെ നേരം പോക്കിന് നമ്മൾ പിടിക്കേണ്ടതാണ്. എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ പിടിക്കാൻ. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് പറയാൻ കിട്ടുള്ള കാലിയാസ് എന്നാണോ അതോ കാലിയാസ് എന്നാണോ എന്താണ് ഞങ്ങൾ വന്നിപ്പോൾ ലാൻഡ് ചെയ്ത സ്ഥലത്തിൻ്റെ പേരെന്നറിയില്ല. അതാണ് സ്ഥലം. അവിടെയാണ് ഞങ്ങൾ ഫ്രാൻസിൽ വന്നിറങ്ങിയത്. ഞാൻ കേട്ടിട്ടുണ്ട് ഈ പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് ഇല്ലീഗലും ഈ ബോട്ടിലും ഒക്കെ വന്ന ആൾക്കാർ ഇമിഗ്രൻസ് ഇവിടെ വന്ന് തമ്പടിക്കുന്നൊരു സ്ഥലമാണ്. ഇവിടെ ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കുന്നൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് ഇംഗ്ലീഷ് ചാനലിൽ ബോട്ടിൽ കയറിയിട്ട് ബ്രിട്ടനിലേക്ക് കടക്കാൻ നോക്കണ ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബോർഡർ കൺട്രോളൊക്കെ ഭയങ്കര ശക്തമാണ്. റോഡിൻ്റെ 2 സൈഡിലും ഭയങ്കര ഹൈറ്റിലാണ് വേലികൾ. കാരണം അവർ ഇവിടെ പോണ ഈ ട്രക്കുകളിലൊക്കെ ചാടി കയറി ഇംഗ്ലണ്ടിലേക്ക് കടക്കാൻ നോക്കും. ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലണ്ടിൻ്റെ അവിടെ ബോർഡറിൽ വലിയ ചെക്കിംഗ് ഒന്നുമില്ല. എനിക്കങ്ങനെ തോന്നിയത് വന്നപ്പോൾ. പക്ഷേ ഇവിടെ പിടിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഒന്ന് ആഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ കടന്നു വരാവുന്ന അത്രയ്ക്കേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ബെൽജിയത്തിൽ കടന്നു. ബെൽജിയം ഈ പറഞ്ഞ പോലെ എനിക്ക് വന്നപ്പോൾ പെട്ടെന്ന് തോന്നിയത് UK റോഡ്, ഫ്രാൻസ് റോഡ്, ബെൽജിയം റോഡൊക്കെ ഏകദേശമൊക്കെ ഒരേപോലൊക്കെ തന്നെയാണ്. പക്ഷെ വീടുകൾ എനിക്ക് കണ്ടപ്പോൾ കുറച്ചും കൂടി ബെൽജിയത്തിലെ വീടുകൾ ഇത്തിരി കൂടി പോഷ് വീടുകളായിട്ട് എനിക്ക് തോന്നി. കുറച്ചും കൂടി പുതിയ മോഡേൺ വീടുകളായിട്ട്. സ്റ്റൈലൊക്കെ ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ്. ഞങ്ങളിവിടെയാണ് ഭക്ഷണം കഴിക്കാൻ നിർത്തിയേക്കാണ് ലഞ്ച് കഴിക്കാനായിട്ട്. ഇപ്പോൾ ഒരു 4 മണി 4:30 ആയിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് കഴിക്കാൻ നിർത്തിയേക്കാണ്. കാരണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ലഞ്ചിൻ്റെ സമയത്താണ്. അപ്പോൾ ടീ ടൈമിൽ ഞങ്ങൾ ലഞ്ച് കഴിക്കുകയാണ്. ഇത് അവിടെ ബെൽജിയം ചോക്ലേറ്റ് ഫാക്ടറി ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിലാണ് ഞങ്ങൾക്ക് ഈ ടൂർ കമ്പനി തന്നെ ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭക്ഷണമായിരുന്നു, വെജിറ്റേറിയൻ നല്ല ഭക്ഷണമായിരുന്നു. അത് ഞങ്ങൾ കഴിച്ച് യാത്ര തുടർന്നു. ഇന്നത്തെ യാത്ര ബെൽജിയത്തിലെ ബ്രസലിലേക്കാണ്. അവിടെ ഒരു
എന്തോ സംഭവം കാണിക്കാണ്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പോൾ അവിടെ എന്തോ ഒരു വലിയൊരു ചെറിയൊരു, കാരണം ഇതൊക്കെ ഞങ്ങൾ ഈ ബ്രസലിലൊക്കെ ബെൽജിയത്തൊക്കെ ഞങ്ങൾ പോണ വഴിക്ക് കയറുന്നതാണ്. ഞങ്ങളുടെ മെയിൻ നമ്മുടെ ഡെസ്റ്റിനേഷൻ ജർമ്മനിയിലെ ഒരു സ്ഥലം സ്വിറ്റ്സർലൻഡും പിന്നെ ഫ്രാൻസും ആണ്. അപ്പോൾ ഇതൊക്കെ പോണ വഴിക്കായതുകൊണ്ട് ആദ്യത്തെ ദിവസം ഫുള്ള് ജേണിയാണ് ബസ്സിൽ. അതുകൊണ്ട് സ്ഥലങ്ങൾ അധികം കാണിക്കൽ കുറവാണ്. നാളത്തെ വീഡിയോയിലായിരിക്കും സ്ഥലങ്ങളൊക്കെ നമ്മൾ കൂടുതൽ കാണിക്കുക. അങ്ങനെ നമ്മൾ ബെൽജിയത്തിലെ ബ്രസലിലെത്തി. ബ്രസൽസ് എന്നാണ് പറയണത് അല്ലേ, ബ്രസലാണോ എന്നറിയില്ല, ബ്രസൽസ് ആണെന്ന് അറിയില്ല. ഞാൻ പറയണതൊക്കെ തെറ്റായിരിക്കും, ചിലപ്പോൾ ശരിയായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഇടയിൽ കമൻറ്റ് അയച്ചോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്രസൽസിൽ അതൊരു സ്റ്റേഡിയമാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ എക്സസൈസും കാര്യങ്ങളും ചെയ്യണം. കാരണം ഇന്ന് നല്ല വെതറാണ്, 19-20 ഡിഗ്രി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഓടുന്നു, ചാടുന്നു. ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട്. ഈ ബെൽജിയം എന്ന് പറയണതും ഒരു തണുപ്പുള്ള രാജ്യം തന്നെയാണ്. യൂറോപ്പിലെ ഈ ഫ്രാൻസ്, UK, ബെൽജിയം ഇതൊക്കെ ഏകദേശം തണുപ്പുള്ള സ്ഥലങ്ങൾ തന്നെ. ഏകദേശമൊക്കെ ഒരേ ക്ലൈമറ്റ് തന്നെയൊക്കെയാണ് ഇവിടേക്ക്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഭാഷയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എനിക്ക് ബെൽജിയത്തിൽ എന്ത് ഭാഷ സംസാരിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ജർമ്മനാണോ അതോ ഫ്രഞ്ചാണോ അതോ ഇനി ബെൽജിയംകാർക്ക് വേറെ ഭാഷ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ഭാഷയിൽ മാത്രമുള്ള വ്യത്യാസം കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇതിവിടെ കുറേ ആൾക്കാർ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിള്ളേരുകളൊക്കെ ഭയങ്കര എക്സൈറ്റഡായി. പിള്ളേർക്ക് മടുത്തു ബസ്സിലിരുന്ന്. ആ സംഭവമാണ് ഞങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. അത് ബ്രസൽസിലെ മെയിൻ ഒരു അട്രാക്ഷനാണ്. അപ്പോൾ അത് അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് നമുക്ക് യാത്ര തുടരണം. ഇന്ന് തിരിച്ച് എങ്ങനെയെങ്കിലും ഹോട്ടലിൽ എത്തിയാൽ മതി എന്നുള്ളതാണ് എല്ലാവർക്കും. അങ്ങനെ അത്ര വയ്യാണ്ടായി. അങ്ങനെ ഒരുപാട് നേരമായി നമ്മുടെ യാത്ര തുടർന്നിട്ട്. ഇന്നൊരു മിഡ് നൈറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഹോട്ടലിൽ എത്തുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ദൂരം യാത്ര ചെയ്യാനുണ്ട്. പിന്നെ ഇവിടുത്തെ ടൈം അനുസരിച്ച് നമ്മുടെ ഡ്രൈവർക്ക് 12 മണിക്കൂറാണ് മാക്സിമം ഒരു ദിവസം ഓടിക്കാൻ പറ്റുള്ളൂ. കാരണം അവരുടെ കയ്യിലൊരു സംഭവമുണ്ട്. അപ്പോൾ അവർ കയറുമ്പോൾ തന്നെ അത് ഓണാക്കി കഴിഞ്ഞാൽ 12 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത 12 മണിക്കൂർ എന്തോ കഴിയണമെന്നാണ്. അങ്ങനെ യൂറോപ്യൻ യൂണിയൻ്റെ എന്തോ ഒരു നിയമമുണ്ട്. നല്ല നിയമമാണല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവറുടെ ക്ഷീണം ആണല്ലോ നമ്മുടെ മറ്റുള്ളവരുടെ വണ്ടി അല്ലെങ്കിൽ ഓടിക്കുന്ന ആൾക്കാരുടെ സേഫ്റ്റിക്ക് ഇത്. സേഫ്റ്റിയുടെ അനുസരിച്ചിട്ടാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഇഷ്ടമുള്ളപ്പോൾ ഇത്ര മണിക്കൂറൊന്നും ഓടിക്കാൻ പറ്റില്ല. ഇത്ര മണിക്കൂർ അവർ അതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ബ്രസൽ എന്ന് പറയുന്ന വലിയൊരു സിറ്റീൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, ഇത് UK പോലെ തന്നെയാണോ അപ്പോൾ, നമ്മൾ UK-യിലാണോ അപ്പോൾ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ അവൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഇത് കാരണം ഇത് ഓൾമോസ്റ്റ് എല്ലാം സെയിം ഒരേപോലെ തന്നെയാണ് ഇരിക്കണേ. ടൗൺ പ്ലാനിങ് ആണെങ്കിലും റോഡുകളാണെങ്കിലും സിഗ്നൽസ് ആണെങ്കിലും സിമ്പിൾസ് ആണെങ്കിലും എല്ലാം ഒരേപോലെ തന്നെയാണ് ഇരിക്കണേ. അപ്പോൾ കാറുകളാണെങ്കിലും ഒക്കെ ഒരേ സ്റ്റൈലും കാര്യങ്ങളും. ഇവിടെ പക്ഷേ നമ്മുടെ UK-യിൽ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണല്ലോ, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. അതിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇവിടെ ഞങ്ങൾക്ക് ആകെ ഒരു 3/4 മണിക്കൂറാണ് സമയം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ നടന്ന്
ഫോട്ടോസൊക്കെ എടുത്തു. വേഗം തിരിച്ച് ബസ്സിലേക്ക് പോകണവർ പറഞ്ഞു ടൈം അത്ര പഞ്ച്വാലിറ്റി നമ്മളൊരാൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ മൊത്തം അത് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരുടെ ബാധിക്കും. ഞങ്ങളിവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഈ സംഭവങ്ങളെ കണ്ട് ഇത് എന്തോ യുദ്ധസ്മാരകമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അവിടെ മ്യൂസിയം ടൂറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് പോകാനുള്ള സമയം നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളവിടെ ഒന്ന് കറങ്ങി ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ബെൽജിയം എന്ന രാജ്യത്ത് കാല് കുത്തി എന്ന് വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ. വേറെ ബ്രസൽസിലെ ഭാഗങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇത് കണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ പോണ വഴിയിലുള്ള ഒരു രാജ്യമായതുകൊണ്ട് അവിടെ അവർ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നമ്മളവിടെ കാണിക്കണമെന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇനി അടുത്ത സ്റ്റോപ്പ് ലക്സംബർഗാണ്. ലക്സംബർഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലക്സംബർഗ് നേഴ്സുമാർക്ക് ഏറ്റവും കൂടുതൽ സാലറി കിട്ടണ രാജ്യമാണ് ലക്സംബർഗ്. ഒരു ചെറിയ ടൗണാണ്, ചെറിയ രാജ്യമാണ്. പക്ഷേ യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ അവിടെ താമസിക്കാനും ഭയങ്കര എക്സ്പെൻസീവാണ്. അവിടെ ഈ നിസ്സാര വീട്ടുകാരുള്ളൂ. അവിടുത്തെ പോപ്പുലേഷൻ വളരെ കുറവാണ്. പക്ഷേ പോപ്പുലേഷൻ്റെ കയ്യിൽ തന്നെ എല്ലാവരും ഭയങ്കര റിച്ച് ആൾക്കാരാണ്. ഒരുപാട് ടാക്സ് ഗവൺമെൻറ് പിടിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ നേഴ്സുമാരുടെ ശമ്പളം എൻ്റെ ഒരു അറിവനുസരിച്ചിട്ട് ഒരു 7 ലക്ഷത്തിൻ്റെ അടുത്തേക്കൊക്കെ ശമ്പളം ഉണ്ടെന്നാണ് ഞാൻ കേട്ടാണ്. ചിലപ്പോൾ അതിന് കൂടുതലായിരിക്കും. ഞാനിപ്പോൾ വീഡിയോ പിടിക്കുമ്പോൾ അതൊന്നും ഞാൻ സെർച്ച് ചെയ്തിട്ടല്ല പറയണത്, എൻ്റെ ഒരു ഓർമ്മയെന്നാണ് ഞാൻ പറയണത്. അങ്ങനെ ഞങ്ങൾ ലക്സംബർഗിലെത്തി. അപ്പോൾ അവിടെ ചെറിയൊരു റെസ്റ്റിംഗ് ഏരിയയിൽ കയറിയേക്കാണ്. അപ്പോൾ അവിടെ ഉള്ള ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ലക്സംബർഗിലെത്തി എൻ്റെ ഓർമ്മയ്ക്കുള്ള കുറച്ച് ഫ്രിഡ്ജ് പൊട്ടിക്കാനുള്ള സോവനീറുകളും എൻ്റെ മറ്റേ മാഗ്നറ്റുകളൊക്കെ വാങ്ങിച്ചു. കുറേ പല ടൈപ്പിലുള്ള മാഗ്നറ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതേ ഇപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചത്. കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ അതിങ്ങനത്തെ ഒരു കളക്ഷൻ ഞങ്ങൾക്കുണ്ട് പോണ സ്ഥലത്തേക്കും. ആദ്യം കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പക്ഷെ അവിടെ നിന്നൊന്നും വാങ്ങിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ കുറച്ച് നാളുകളായിട്ടുള്ളൂ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷൻ്റെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വാങ്ങിക്കൽ പോകേണ്ടത്. ഇത് സ്റ്റാർ ടൂറിസ്റ്റിൻ്റെ ബസ്സുകളാണ് ഇതൊക്കെയും കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയ. ഇത് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും ഉള്ള ഒരു കാര്യമാണ്. UK യിലും ഉണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലും വേണമെന്നൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മളൊരു 2 മണിക്കൂർ ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് വണ്ടി നിർത്തി ഒന്ന് യൂറിൻ പാസ് ചെയ്യാനും ഒന്ന് ഫ്രഷ് ആവാനും പെട്രോൾ അടിക്കാനും. നമ്മുടെ നാട്ടിൽ മോട്ടൈൽസൊക്കെ ഉണ്ട്. എന്നാലും ഇത്ര സൗകര്യങ്ങളുള്ള മോട്ടൈൽസൊന്നും ഇല്ല, ഇത്ര വൃത്തിയുള്ളത്. നമ്മുടെ ചെറങ്ങര പൊങ്ങത്ത് അങ്ങനെ ഒരു കറുകുറ്റി പൊങ്ങത്തൊരു മോട്ടൈലുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില സമയത്ത് ടോയ്ലറ്റൊക്കെ ഈ പറഞ്ഞ പോലെ കണക്ക് തന്നെയാണ്. അപ്പം അങ്ങനെ അവിടെ നിന്ന് യാത്ര തുടർന്ന് പോണ വഴിക്ക് ഇങ്ങനെ ഒരു ഭീമാകാരനായ ഒരു മനുഷ്യൻ നിൽക്കണ പോലത്തെ ഒരു സ്മോക്ക് ഇങ്ങനെ ആകാശത്തേക്ക് നിൽക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്നൊന്നും ആദ്യം മനസ്സിലായില്ല. പിന്നീട് മനസ്സിലായി എന്തോ ഒരു റിയാക്ടറിൽ നിന്നോ എന്തോ വലിയൊരു ഫാക്ടറിയിൽ നിന്നോ പോകണം സ്മോക്കാണ്. കണ്ടിട്ട് എനിക്കൊരു റിയാക്ടറായിട്ടാണ് തോന്നിയത്. അപ്പോൾ അതിങ്ങനെ നിൽക്കണം. ഇപ്പോൾ അത് ഭയങ്കര അകലേന്ന് തന്നെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ അടുത്തേക്ക് വന്നത്. ഇപ്പോഴാണ് എൻ്റെ അടി കാണാൻ പറ്റിയത്. കണ്ടിട്ട് എനിക്കത് ഒരു റിയാക്ടർ പോലെയാണ് തോന്നണേ. അപ്പോൾ ഇവിടുത്തെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റിയാക്ടറുകളായിരിക്കും. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അത് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. കാരണം അത് ഭയങ്കര വലുപ്പമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബെൽജിയത്തിൽ നിന്ന് ലക്സംബർഗ് വന്ന് ലക്സംബർഗിൽ നിന്ന് വീണ്ടും ഞങ്ങൾ ഫ്രാൻസിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് ഒരു താജ്മഹൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇന്ന് ഭക്ഷണം കഴിക്കണേ, ഡിന്നർ. അപ്പോൾ ഇതൊക്കെ ഇവരെ മുന്നേ തന്നെ ടൂർ കമ്പനി വിളിച്ച് ഏർപ്പാടാക്കണം. അപ്പോൾ ബഫേ ആയിരുന്നു. അപ്പോൾ ഇന്ന് ബട്ടർ ചിക്കനും നാനും റൈസും ദാൽ കറിയും ഒക്കെ ഉള്ള ഒരു വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെ, നല്ല ഹെവി ഭക്ഷണമായിരുന്നു. അപ്പോൾ അത് കഴിച്ച് ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയിരുന്നു കഴിച്ചു. കാരണം ഇവിടെ ഞങ്ങൾക്കൊരു 45 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരു അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഇവിടെ ഈ ഇറങ്ങിയ സ്ഥലത്ത്, ഇതൊരു മെറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫ്രാൻസിലെ ഒരു ചെറിയൊരു സിറ്റിയാണ്. ഞങ്ങൾ വേഗം അവിടെ ഇറങ്ങി ബാക്കിയുള്ളൊരു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് മുമ്പ് ഒന്ന് വേഗം നടന്ന് അവിടെയുള്ള കുറച്ച് കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജിനി പറഞ്ഞു നമുക്ക് ഒറ്റയ്ക്ക് പോകേണ്ട, കാരണം ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇവിടുത്തെ ഒരു 10:30 ആയി. അപ്പോൾ
അപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ വെള്ളമടിച്ചൊക്കെ നടക്കുന്ന ആൾക്കാർ ഞങ്ങൾ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ പോകണം. അപ്പോൾ നമ്മൾ അധികം ദൂരത്തേക്ക് പോകണ്ട, നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ വേഗം ചെയ്യാം. നമ്മൾ പരിചയമില്ലാത്തൊരു സ്ഥലമാണല്ലോ, ഫോണൊക്കെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അത് ഞങ്ങളുടെ ഈ ടൂർ മാനേജർ എപ്പോഴും പറയുന്നുണ്ട്, യൂറോപ്പിൽ വരുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിക്ക് പോക്കറ്റിങ്ങും നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്വഭാവമുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം നമ്മുടെ വാല്യുബിൾസ്. പാസ്പോർട്ടുകളൊക്കെ ഇപ്പോഴും നമ്മൾ കോച്ചൊക്കെ പോവുകയാണെങ്കിൽ ബസ്സിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ബസ്സിൽ തന്നെ സൂക്ഷിക്കാൻ നോക്കാം. കാരണം ബസ്സിൽ എപ്പോഴും ആളുണ്ടാവും. അവരങ്ങനെ പറഞ്ഞത്, ബസ്സിൽ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ ഹോട്ടലിൽ പോലും സൂക്ഷിക്കരുത് എന്നാണ് പറയുന്നത്. നമ്മൾ ഹോട്ടലിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ഹോട്ടലാണെങ്കിൽ ചിലർ ഹോട്ടലിൽ വെച്ചിട്ട് പോരുമല്ലോ സാധനങ്ങൾ, അങ്ങനെ വെച്ചിട്ട് പോയി ഹോട്ടലിൽ വരെ നമുക്ക് കയറി മോഷ്ടിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഇതൊരു ഓഫീസ് ടൂറിസം ഫ്രഞ്ചിലങ്ങാണ്ട് എഴുതിയാണ്. അങ്ങനെ ഞങ്ങളവിടെ എത്തി. പിള്ളേരൊക്കെ ഉണ്ട് അവിടെ. ഈ സമയത്ത് കാറുകളൊക്കെ ഭയങ്കരമായിട്ട് റേസ് ചെയ്ത് സ്പോർട്സ് കാറുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചുറ്റും നടന്ന് കുറേ വീഡിയോ ഒക്കെ പിടിച്ചു ഞാൻ അവിടെ നിന്ന് ഉള്ള സമയം കൊണ്ട്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിഞ്ഞ് വേഗം ഇവിടെ നിന്ന് പോയി ഇനി അവരൊപ്പം വേഗം ചെല്ലണം. അവരറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് കാണാം അവരുടെ നമ്മുടെ ഹോട്ടൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. അപ്പോൾ ജിനി എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നിന്ന് അവർ ഇറങ്ങണ്ടോന്ന്. അവർ ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ പോകാനുള്ള പരിപാടിയിലാണ് നിൽക്കണേ. അപ്പോൾ എനിക്കെൻ്റെ ഫ്രണ്ടിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ജിനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തെ ഫ്രണ്ടിലേക്ക് പോയില്ല. കാരണം നമ്മൾ അവരുടെ കംഫർട്ടും കൂടി നോക്കുള്ളൂ. ജിനിക്ക് ഇങ്ങനെ പേടിയൊക്കെ ഉള്ളൊരു കൂട്ടത്തിലുള്ളതാണ്. അപ്പം പിള്ളേരും കൂടെ ഉള്ള കാരണം ഞാനും വേഗം തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ആ ഭാഷയൊന്നും അറിയില്ല ഇവിടുത്തെ ആൾക്കും ഇംഗ്ലീഷ് അറിയാൻ ചാൻസ് കുറവാണ്. എല്ലാവരും ഫ്രഞ്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ കാറുകളൊക്കെ നല്ല സ്പീഡിലാണ് പോണത്. ഈ സമയത്ത് ഈ പറഞ്ഞ പോലെ വെള്ളമടിച്ച് ഷോ കാണിക്കാൻ ഇറങ്ങണ കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വേഗം അങ്ങോട്ട് പോയി ഇനി ബസ്സിൽ കയറി നേരെ ഹോട്ടലിലേക്ക് പോകാമെന്നുള്ളതേ ഉള്ളൂ. അതിന് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ആങ്കേഴ്സൊക്കെ ഉണ്ട്, നല്ല ക്ലീൻ ഡീസൻറ്റ് റൂമാണ്. ഇതൊരു ഡോറിൻ്റെ കേട്ടോ. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, വലിയ മിററുണ്ട്. പീസ് പിന്നെ ഇത് ഷവർ റൂം സെപ്പറേറ്റ്. സാധാരണ ഞങ്ങൾ പോയിട്ടുള്ളടത്ത് ബാത്റൂമും ഷവർ റൂമും എല്ലാം കൂടി ഒരുമിച്ചാണ് വരാറ്. ഇത് സെപ്പറേറ്റ് വന്നതാണ്. ഹെയർ ഡ്രയർ ഉണ്ട്. വലിയൊരു സ്മാർട്ട് TV. പിന്നെ പിള്ളേർക്കുള്ള ബെഡ് എക്സ്ട്രാ വേറെ ഉണ്ട്. വലിയ ബെഡുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാം അടക്കമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭക്ഷണം, താമസം, ട്രാവൽ എല്ലാം അടക്കം. നമ്മൾ ഇന്ത്യൻ ഭക്ഷണമാണ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ മൂന്നും ഇന്ത്യൻ ഭക്ഷണമാണ്. ലഞ്ച് മാത്രം വെജിറ്റേറിയനാണ്, ഡിന്നർ നോൺ വെജും. അങ്ങനെ നല്ലൊരു ഭക്ഷണം ആയിരുന്നു. കഴിച്ചു, എല്ലാവരും വയർഫുൾ. ഇന്ന് ഭയങ്കര ലോങ് ജേണി ആയിരുന്നു. കാലത്ത് ഞങ്ങൾ 12:30 ഇന്നലെ രാത്രി 12:30 ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. 24-ാം തീയതി അല്ല, സോറി 25-ാം തീയതി 12:30 സ്റ്റാർട്ട് ചെയ്തതാണ് ട്രാവല്. അങ്ങനെ ഞങ്ങൾക്ക് ലണ്ടൻ വരെ എത്തിയിട്ട് വേണമായിരുന്നല്ലോ മാറി കയറാൻ. അപ്പോൾ ഭയങ്കര ലോങ് ജേണി ആയിരുന്നു. ശരിക്കും ടയേർഡാണ്. ഞങ്ങൾ കിടക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പിന്നെ കാണാം. ബൈ. പിന്നെയല്ല, നാളെ കാണാം. പ്ലീസ്, ഗുഡ് നൈറ്റ്.